ഒരു ബസ്, ഒരു രാത്രി യാത്ര, 3 ദുരൂഹ യാത്രക്കാർ. അടുത്ത ദിവസം ബസ്സും ഡ്രൈവറും യാത്രക്കാരും എല്ലാം അപ്രത്യക്ഷമായി. ഇത് വെറും കഥയാണോ, അല്ലെങ്കിൽ ചൈനയിലെ ഏറ്റവും ഭയാനകമായ ദുരൂഹ സംഭവമാണോ? 1995 ബെയ്ജിങ്ങിൽ നടന്നതായി പറയപ്പെടുന്ന ബസ് 375 എന്ന കഥ ഇന്നും ലക്ഷക്കണക്കിന് ആളുകളെ ഭയപ്പെടുത്തുന്നു. ഈ വീഡിയോയിൽ ആ രാത്രിയിൽ സംഭവിച്ചത് എന്താണെന്നും പിന്നീട് പോലീസ് കണ്ടെത്തിയ ഞെട്ടിക്കുന്ന കാര്യങ്ങളുമാണ് നമ്മൾ അറിയാൻ പോകുന്നത്. അപ്പോൾ ലൈറ്റുകൾ ഓഫ് ചെയ്യൂ, ഹെഡ്ഫോൺ ധരിക്കൂ, കാരണം ഇന്നത്തെ കഥ നിങ്ങളെ അവസാനം വരെ പിടിച്ചിരുത്തും. 1995 നവംബർ 14 ചൈനയുടെ തലസ്ഥാനമായ ബെയ്ജിങ്ങിൽ കൊടും തണുപ്പുള്ള രാത്രി. അർദ്ധരാത്രി കഴിഞ്ഞ സമയം. ഫ്രാഗ്രന്റ് ഹിൽസ് ഭാഗത്തേക്ക് പോകുന്ന അവസാന ബസ് നമ്പർ 375. അവസാന സർവീസ് ആയതിനാൽ യാത്രക്കാർ കുറവായിരുന്നു. ഡ്രൈവർ, ഒരു വനിതാ കണ്ടക്ടർ, 5-6 യാത്രക്കാർ. അവരിൽ ഒരു വയോധികനും ഒരു യുവാവും ഉണ്ടായിരുന്നു. ആർക്കും അറിയില്ലായിരുന്നു ആ രാത്രി ചരിത്രത്തിലെ ഏറ്റവും വിചിത്രമായ യാത്രയായി മാറുമെന്ന്. ബസ് നഗരം വിട്ട് ആളൊഴിഞ്ഞ പ്രദേശങ്ങളിലേക്ക് കടന്നു. പുറത്ത് കനത്ത മൂടൽമഞ്ഞ്. വഴിയിലൊരിടത്തും ആളുകളില്ല. അപ്പോൾ റോഡരികിൽ 3 പേർ കൈ കാണിക്കുന്നത് ഡ്രൈവർ കണ്ടു. കണ്ടക്ടർ ആദ്യം ബസ് നിർത്താൻ സമ്മതിച്ചില്ല, കാരണം ആ പ്രദേശത്ത് ബസ് സ്റ്റോപ്പ് പോലും ഉണ്ടായിരുന്നില്ല. പക്ഷേ അവർ കനത്ത തണുപ്പിൽ നിൽക്കുന്നത് കണ്ടപ്പോൾ ഡ്രൈവർ ബസ് നിർത്തി. 3 പേരും പതുക്കെ കയറി. അവരെ കണ്ടപ്പോൾ യാത്രക്കാരുടെ ശരീരത്തിലൂടെ ഒരു വിറയൽ പാഞ്ഞു, കാരണം അവരുടെ മുഖം അസാധാരണമായി വെളുത്തിരുന്നു. അവർ തമ്മിൽ ഒന്നും സംസാരിച്ചില്ല. ഒരാൾ നടുവിൽ, 2 പേർ അയാളെ താങ്ങി പിടിച്ച നിലയിൽ. ആരുടെയും കണ്ണുകളിൽ ജീവന്റെ ഒരു പ്രകാശം പോലും ഇല്ലായിരുന്നു. ബസ് മുന്നോട്ട് നീങ്ങി. പക്ഷേ ബസ്സിനുള്ളിൽ എന്തോ അസ്വാഭാവികത. താപനില പെട്ടെന്ന് കുറഞ്ഞു. യാത്രക്കാർക്ക് അസ്വസ്ഥത അനുഭവപ്പെട്ടു. അപ്പോൾ വയോധികൻ പെട്ടെന്ന് യുവാവിനെ നോക്കി നിലവിളിച്ചു, "നീ എൻ്റെ പേഴ്സ് മോഷ്ടിച്ചു." യുവാവ് അമ്പരന്നു. ഞാനൊന്നും ചെയ്തിട്ടില്ല." വയോധികൻ കൂടുതൽ ബഹളം വെച്ചു. കണ്ടക്ടർ ഇടപെട്ടു. അവസാനം ഇരുവരെയും അടുത്ത സ്റ്റോപ്പിലിറക്കി. യുവാവ് ദേഷ്യത്തോടെ വയോധികന്റെ പിന്നാലെ ഇറങ്ങി. ബസ് അവരെ വിട്ട് മുന്നോട്ട് പോയി. അത് അവർ ജീവൻ രക്ഷിച്ച നിമിഷമായിരുന്നുവെന്ന് പിന്നീട് മനസ്സിലായി. ബസ് പോയതിനു ശേഷം യുവാവ് വയോധികനോട് ചോദിച്ചു, "എന്തിനാണ് എന്നെ കള്ളനാക്കിയത്?" വയോധികൻ വിറച്ചുകൊണ്ട് പറഞ്ഞു, "ഞാൻ ആ 3 പേരെ ശ്രദ്ധിച്ചു. ബസ്സിന്റെ വെളിച്ചത്തിൽ അവരുടെ മുഖം കണ്ടില്ല. പക്ഷെ ഒരു വളവിൽ ജനലിലൂടെ അവരുടെ കാലുകൾ കണ്ടു. അവർ നിലത്ത് സ്പർശിച്ചിരുന്നില്ല. അവർ നടക്കുകയായിരുന്നില്ല, പൊങ്ങി നിൽക്കുകയായിരുന്നു. അവർ മനുഷ്യരല്ല." യുവാവിൻ്റെ ശരീരം മുഴുവൻ തണുത്തു. പിറ്റേന്ന് രാവിലെ ബസ് 375 ഡിപ്പോയിൽ എത്തിയില്ല. പോലീസ് അന്വേഷണം തുടങ്ങി. 2 ദിവസത്തിന് ശേഷം ഒരു ജലസംഭരണിക്ക് സമീപം ബസ് കണ്ടെത്തി. അകത്ത് ഡ്രൈവറും കണ്ടക്ടറും മരിച്ച നിലയിൽ. ബസിന്റെ ഇന്ധന ടാങ്കിൽ ഡീസലിന് പകരം രക്തം നിറഞ്ഞിരുന്നുവെന്നാണ് കഥ പറയുന്നത്. അതിലും വിചിത്രമായത്, അത്ര ദൂരം പോകാൻ ബസ്സിന് ആവശ്യമായ ഇന്ധനം ഉണ്ടായിരുന്നില്ല. എങ്കിലും 100 കണക്കിന് കിലോമീറ്റർ അകലെയായിരുന്നു ബസ് കണ്ടെത്തിയത്. ഈ സംഭവത്തിന് ഔദ്യോഗിക വിശദീകരണം ഇന്നും ഇല്ലെന്നാണ് ഈ കഥ അവകാശപ്പെടുന്നത്. അപ്പോൾ ബസ് 375 ശരിക്കുമുണ്ടായ സംഭവമാണോ, അതോ ജനങ്ങളുടെ ഭാവനയിൽ ജനിച്ച ഒരു അർബൻ ലെജൻഡോ? യഥാർത്ഥത്തിൽ ബസ് 375ന്റെ കഥയ്ക്ക് വിശ്വസനീയമായ ഔദ്യോഗിക തെളിവുകളില്ല. ഇത് ചൈനയിൽ വർഷങ്ങളായി പ്രചരിക്കുന്ന ഒരു അർബൻ ലെജൻഡായാണ് പൊതുവെ കണക്കാക്കപ്പെടുന്നത്. എന്നിരുന്നാലും അതിലെ ദുരൂഹതയും അന്തരീക്ഷവും കാരണം ഇന്നും ലോകത്തിലെ ഏറ്റവും പ്രശസ്തമായ ഹൊറർ കഥകളിലൊന്നായി ഇത് തുടരുന്നു. ഈ കഥയെക്കുറിച്ച് നിങ്ങൾ എന്താണ് വിശ്വസിക്കുന്നത്? ഇത് യഥാർത്ഥ സംഭവമാണോ? നിങ്ങളുടെ അഭിപ്രായം കമന്റിൽ രേഖപ്പെടുത്തൂ. ഇത്തരം കൂടുതൽ ദുരൂഹ സംഭവങ്ങൾക്കും ഹൊറർ കഥകൾക്കും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ബെല്ലൈക്കൺ അമർത്താനും മറക്കരുത്. അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. അതുവരെ രാത്രി വൈകി ഒറ്റയ്ക്ക് യാത്ര ചെയ്യുമ്പോൾ ചുറ്റുമൊന്ന് ശ്രദ്ധിച്ചോളൂ.